ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. വരാനിരിക്കുന്ന UP പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടന വേഗത്തിലാക്കാനൊരുങ്ങി BJP. UPയിൽ നേട്ടമുണ്ടാക്കാനാണ് മീററ്റ് MP അരുൺ ഗോവിലിനെ മന്ത്രിസഭയിലേക്ക് എത്തിക്കുന്നത്. UPയിലെ ശക്തനായ പങ്കജ് ചൌധരിയെ തെരഞ്ഞെടുപ്പ് ചുമതലകളിലേക്ക് മാറ്റുന്നതും ഇതിന്റെ സൂചനയാണ്. നീറ്റ് വിഷയത്തിൽ മുഖം രക്ഷിക്കാൻ ധർമ്മേന്ദ്ര പ്രധാനെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതലയിൽ നിന്ന് നീക്കും. പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയെയും ഒഴിവാക്കാനാണ് തീരുമാനം. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി ചേരുകയാണ്. നോബിൾ, UPയിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിനെ കേന്ദ്രമന്ത്രിസഭയിലേക്ക് UPയിൽ നിന്ന്, അതിനൊപ്പം പഞ്ചാബ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് AAPയിൽ നിന്ന് തെറ്റിദ്ധരിഞ്ഞ് വന്ന ആളുകൾക്കൊക്കെ അക്കോമഡേഷൻ, ഈ നിലയ്ക്ക് തിരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പുനഃസംഘടന അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാമോ? മാധു, പ്രധാനപ്പെട്ട രണ്ട് സംസ്ഥാനങ്ങളാണ് അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. ഒന്ന് ഉത്തർപ്രദേശും മറ്റൊന്ന് പഞ്ചാബുമാണ്. BJPയെ സംബന്ധിച്ച് ഈ രണ്ട് സംസ്ഥാനങ്ങളും ഏറെ പ്രധാനപ്പെട്ടതാണ്. അതുകൂടി മുന്നിൽ കണ്ടാണ് ഇപ്പോൾ അതിവേഗം മന്ത്രിസഭാ പുനഃസംഘടന നടപ്പാക്കുന്നത് എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പല നേതാക്കളും, അതിൽ എടുത്തു പറയേണ്ടത് മീററ്റ് MP അരുൺ ഗോവിൽ മന്ത്രിസഭയിലേക്ക് എത്തുമ്പോൾ നിലവിലത്തെ പങ്കജ് ചൌധരി സംസ്ഥാനത്തെ ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് ചുമതലകളിലേക്ക് മാറും എന്ന വിവരമാണ്. പഞ്ചാബിലും വലിയ മാറ്റങ്ങളുണ്ട്. ആം ആദ്മിയിൽ നിന്ന് എത്തിയ നേതാക്കൾ രാഘവ് ചദ്ദ, അതോടൊപ്പം അശോക് മിത്തൽ എന്നിവരിൽ ഒരാളെ ഉൾപ്പെടുത്തുന്നതിനൊപ്പം തന്നെ മറ്റു മാറ്റങ്ങൾ പഞ്ചാബിലുണ്ട്. കാരണം പഞ്ചാബിൽ നിന്നുള്ള രവനീത് ബിട്ടു മന്ത്രിസ്ഥാനത്ത് ഒഴിവാക്കും. പകരം RSUമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന പഞ്ചാബിൽ നേതാവ് തരുൺ ചുഗ് മന്ത്രിസഭയിലേക്ക് എത്തും എന്നടക്കമുള്ള മാറ്റങ്ങളും എന്താണെങ്കിലും ഇതിൽ ഉണ്ടാകുന്നുണ്ട്. ഈ മാറ്റങ്ങൾ ഒക്കെ എന്താണെങ്കിലും മന്ത്രിസഭാ പുനഃസംഘടനയ്ക്കൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ തന്നെ ധർമ്മേന്ദ്ര പ്രധാനെതിരെ വലിയ ആരോപണങ്ങൾ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർന്നതാണ്. ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റും എന്നിപ്പോൾ മനസ്സിലാക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ മാറി ആ പദവിയിലേക്ക് നിർമ്മല സീതാരാമൻ എടുത്തുക. നിർമ്മല സീതാരാമന് പകരം ശക്തികാന്ത ദാസ്, അദ്ദേഹം നിലവിൽ പ്രധാനമന്ത്രി പ്രിൻസിപ്പൽ സെക്രട്ടറിയും മുൻ RBI ഗവർണറുമാണ്. അദ്ദേഹം ധനമന്ത്രാലയ ചുമതലയിലേക്ക് വരും എന്നൊക്കെ ഇപ്പോൾ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. എന്താണെങ്കിലും അടുത്ത ആഴ്ച ഈ മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകും എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. പ്രധാനമന്ത്രി നിലവിൽ വിദേശയാത്രയിലാണ്. പ്രധാനമന്ത്രി തിരിച്ചെത്തിയാൽ ഉടൻ തന്നെ ഇത് പ്രഖ്യാപിക്കും എന്ന് മനസ്സിലാകുന്നു. എന്തായാലും കേരളത്തിൽ നിന്ന് നേരത്തെ ജോർജ് കുര്യൻ ഒഴിവായതാണ്. പകരം ആരും കേരളത്തിൽ നിന്ന് മന്ത്രിസഭയിലേക്ക് എത്തില്ല എന്ന വിവരവും ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഉത്തർപ്രദേശ്, പഞ്ചാബ് സംസ്ഥാനങ്ങൾക്കാണ് കൃത്യമായ പരിഗണന ഇതിൽ നൽകാൻ പോകുന്നത്.